10 മണിക്കത്തെ അപ്പോയിൻമെൻറ്റിന് 9:50 ടാക്സി പിടിക്കാനുള്ള ഓട്ടമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഡാനി. ഇന്നത്തെ അപ്പോയിൻമെൻറ്റിന് കൂടെ വരാമെന്നും പറഞ്ഞ് 2 നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് ഒരുപോലെ കണ്ണടയ്ക്കാതെ എൻ്റെ കൂടെ വന്നതാണ് കേട്ടോ. ആൾ എന്നെക്കാളും ഒരുപാട് വയസ്സിന് ഇളയതാണ്. ഫസ്റ്റ് പരിചയപ്പെട്ടപ്പോൾ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആകുന്നു. പക്ഷേ ചില ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണല്ലേ. ഫസ്റ്റ് മീറ്റിങ്ങിൽ ഒരിക്കലും നമ്മുടെ വൈബ് നമുക്ക് ഫീൽ ചെയ്യില്ലെങ്കിലും പക്ഷേ പതിയെ നമ്മൾ പോലും അറിയാതെ ഒരു ബോണ്ട് ക്രിയേറ്റ് ആകും. അതുപോലെ നാച്ചുറലായി സംഭവിക്കുന്ന ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് കൂടുതലായും ഉള്ളത്. വിരലെണ്ണാൻ മാത്രം ഫ്രണ്ട്സേ എനിക്കുള്ളൂ കേട്ടോ. പക്ഷേ ഉള്ള ഫ്രണ്ട്ഷിപ്പ് എല്ലാം നല്ല തിക്കാണ്. എനിക്ക് ഞാനായി എന്ത് ചളിയും പറയാൻ പറ്റിയ ഇടം. അങ്ങനെ 10 മണിക്കത്തെ അപ്പോയിൻമെൻറ്റിന് 3 മിനിറ്റ് മുന്നേ ഞങ്ങൾ എത്തിയെങ്കിലും അരമണിക്കൂർ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഡാനി ഉള്ളതുകൊണ്ട് എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അവർ 3 പേരും കൂടി റിങ്കാ റോസിയൊക്കെ കളിച്ച് അതിലേ നടന്നു. അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ പാടെ ടാക്സി ബുക്ക് ചെയ്ത് നേരെ പോയത് ഇതാ ഇവിടേക്കാട്ടോ. എൻ്റെയും ടാനിയുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഫുഡ് അടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഏത് പാതിരാത്രിക്ക് വിളിച്ച് ഫുഡ് അടിക്കാൻ പോയാലോ എന്ന് അവൾ ചോദിച്ചാലും ഒന്നും ആലോചിക്കാതെ പിള്ളേരെയും പെറുക്കിയെടുത്ത് ഞാൻ അവളുടെ കൂടെ പോകാറുണ്ട്. ടാക്സി ബുക്ക് ചെയ്യുന്നതും ട്രെയിൻ ബുക്ക് ചെയ്യുന്നതും ഹോട്ടൽ കണ്ടുപിടിക്കുന്നതും പിന്നെ പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ പ്രത്യേക ഒരു സ്കില്ലും അവൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റിലെ ഫിഷ് ആൻഡ് ചിപ്സ് സൂപ്പറാണെന്നും പറഞ്ഞ് എന്നെയും പിടിച്ച് പോകുന്ന പോക്കാട്ടോ ഇത്. ഫിഷ് ആൻഡ് ചിപ്സ് എൻ്റെ വലിയൊരു ഫേവറേറ്റ് ഫുഡൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഫുഡ് കിട്ടിയപ്പോൾ എൻ്റെ അമ്മ മുന്നേ കഴിച്ചിട്ടുള്ള ഫിഷ് ആൻഡ് ചിപ്സിനൊക്കെ എപ്പോഴും ഒരു ഓയിൽ ചവയ്ക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു രക്ഷയില്ലായിരുന്നു. അതിൻ്റെ കൂടെയുള്ള ചിപ്സ് ആണെങ്കിലും അതുപോലെ ബീൻസ് ആണെങ്കിലും എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഫിഷ് ആൻഡ് ചിപ്സ് ഇന്ന് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് കയറി. ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആക്രമണം കേട്ടോ. തീറ്റക്കാരത്തിൽ ഞങ്ങൾ 4 പേരും ഒറ്റക്കെട്ടാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വാഷ്റൂമിൽ പോകുന്ന വഴി ചുറ്റും കണ്ണാടി, എവിടെ നോക്കിയാലും വലിയ മിറർ കണ്ടാൽ പിന്നെ അതിൻ്റെ മുന്നിൽ ഫാഷൻ ഷോ നടത്തിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഡിപ്രഷൻ വരും. അതുകൊണ്ട് പിന്നെ ആ ചടങ്ങിന് ഒരു മുടക്കം വരുത്തിയില്ല. അത് കഴിഞ്ഞ് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഷോപ്പിൽ കയറിയെങ്കിലും പിള്ളേരെയും കൊണ്ട് ഷോപ്പിൽ കയറുന്നത് ഒരു വലിയ സാഹസികതയാണെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ മെല്ലെ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടുപിടിച്ചു. ബസ് വരാൻ 15 മിനിറ്റ് കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സെൽഫി ഫൺ വീഡിയോസൊക്കെ എടുത്ത് ടൈം കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്ന ബസ്. എന്നാൽ പിന്നെ വീട്ടിൽ പോയേക്കാലേ.